ആക്ച്വലി ഞാൻ ഈ ഒരു ലുക്ക് രശ്മിക മന്ദാനയുടെ ഈ ഒരു ലുക്ക് ഇൻസ്പയർഡ് ആയിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ അഫോർഡബിൾ പ്രോഡക്ട്സ് കൊണ്ട് നമുക്കും സെലിബ്രിറ്റി മേക്കപ്പ് ലുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഐ ലുക്ക് അങ്ങ് ചെയ്തെടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ലുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി മേക്കപ്പിലോട്ട് പോവാം. അപ്പോൾ ആ ഒരു സ്മോക്കി ഐസ് ചെയ്തെടുക്കാം. അപ്പോൾ ഐലിഡ്സ് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ എൻവൈബയുടെ ഒരു കൺസീലർ പാലറ്റാണ് എടുത്തത്. അതിലെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ഐലിഡ്സ് കൺസീൽ ചെയ്യാം. ഈ കൺസീൽ ചെയ്തിട്ടുള്ള ഈ ഒരു കൺസീലർ നമുക്ക് സെറ്റ് ചെയ്യേണ്ട, കാരണം നല്ലൊരു മാറ്റ് ഫിനിഷാണ് തരുന്നത്. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ ദേ ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഈ ഷെയ്ഡ് കൊണ്ട് ഐലിഡ്സ് ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ഐ ലുക്കിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു ടേപ്പ് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഓക്കെ, ഇനി കാജൽ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിൽ തന്നെയുള്ള സ്മഡ്ജറും ഉണ്ട്, അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സോ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് അതിൽ ഈ ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുക്കാം. എന്നിട്ട് ഇത് ഇതിൻ്റെ മേളിലായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ടേപ്പ് അങ്ങ് ഊരി മാറ്റാം. എന്നിട്ട് കുറച്ചൊരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ, അതായത് ഇതിൽ തന്നെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്ത് ലൈറ്റായിട്ട് ഇവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സെയിം കാജല് നമുക്ക് വാട്ടർ ലൈനിലും കൂടെ എഴുതി കൊടുക്കണം. അവിടെ അത് സ്മഡ്ജ് ചെയ്തെടുക്കണേ. താഴത്തെ ഈ കാജൽ സ്മഡ്ജ് ചെയ്യുമ്പോൾ ദേ ഈ ഒരു ഷെയ്ഡും കൂടെ എടുത്ത് കയ്യിൽ അതും കൂടെ എടുത്ത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഐ മേക്കപ്പ് ഏതാണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കി. സോ ഇനി ഫേസിന് വേണ്ടിയിട്ടും ഞാൻ ഈ സെയിം കൺസീലർ പാലറ്റിൽ ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് കൺസീൽ ചെയ്യാണ്. സോ ഈ അണ്ടർ ഐ ഏരിയയും ഇവിടെ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തും കൺസീൽ ചെയ്തെടുക്കുക. ഫൗണ്ടേഷന് വേണ്ടി ലോറിയലിൻ്റെ ഈ ഒരു ടിൻറ്റഡ് സീറമാണ് എടുക്കുന്നത്. അതാകുമ്പോൾ ഒരു ഗ്ലോയി ബേസ് ആയിട്ടിരിക്കും. ഈ ഒരു ട്യൂബിൽ തന്നെ എല്ലാ പ്രോഡക്റ്റും ഇരിപ്പുണ്ട്. ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഐബ്രോസ് ഈ സെയിം ഐ ഷാഡോ പാലറ്റിൽ അതേ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു സ്പൂളി ബ്രഷ് കൊണ്ട് അതങ്ങ് കോംബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഐ മേക്കപ്പിൻ്റെ ഒരു മെയിൻ പാർട്ട് മറന്നു മസ്കാര അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു മാഴ്സിൻ്റെ ഡീപ്പ് ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ലൈനർ കൊണ്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എൻവൈബയുടെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് പെപ്പി പിയേഴ്സൺ. ബ്ലഷിന് വേണ്ടിയിട്ട് ഇതേ മേബിലിൻ്റെ ഒരു ടെഡി ടിൻ്റാണ് എടുത്തത്. അത് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി മേക്കപ്പ് നല്ല ഗ്ലോയി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഹൈ ഓൺ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്യൂയി മേക്കപ്പ് ഫിക്സറാണ്. ഇതിനകത്ത് ആക്ച്വലി ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്. സോ നമ്മുടെ ആ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയറും കൂടെ ഏതാണ്ട് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മുടി അതുപോലെ വന്നില്ല. ഞാൻ എത്ര സ്ട്രെയിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും എനിക്ക് പറ്റിയില്ല. എനിക്ക് സ്ട്രെയിറ്റ്നർ കൊണ്ട് കേൾ ചെയ്യാൻ അറിയത്തില്ല. ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. പക്ഷെ മേക്കപ്പ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഐ മേക്കപ്പ് എല്ലാം ഏതാണ്ട് അതുപോലെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് റേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.